ഓം സദാ ബാലരൂപാഭിവിഘ്നാദ്രിഹന്ത്രിം മഹാദന്തിവക്ത്രാപി പഞ്ചാസ്യമാന്യ വിഹിന്ദ്രാതിമൃഗ്യാ ഗണേശാഭിധാമേ വിദഗ്ധാം ശ്രീം കാവി കല്യാണമൂർത്തിം. ഓം 51 അക്ഷരം ചേർന്നഴകിയ തനുവായി ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കെ ശിരസി തലയുമായി ഉള്ളിലാർ അബ്ജമോടും വൻപിൽ പൊങ്ങും സുഷുമ്നയ്ക്കകമതിലുളവാം പത്മമാറിങ്കലും ചേർന്ന് 51 വാഴും ദളമതിലമരും വിദ്യപദ്യം തരേണം. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദാ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സൽഗുരം ത്വം നമാമി. ഓം ബ്രഹ്മാവും മിഹിരൻ വസിഷ്ഠൻ പുലശൻ ഗർഗൻ മയൻ ലോമശൻ ശ്രീപത്യാര്യഭടൻ വരാഹമിഹിരൻ ലല്ലൻ സമുജ്വാലകൻ ഗോവിന്ദൻ പരമേശ്വരൻ ഗുരുവരൻ രാമൻ തഥാ കൃഷ്ണനും ഓളജ്ഞാനികളായ മാധവമുഖന്മാരും തുണച്ചീടണം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. മക്കളെ, ഇന്ന് ഞാൻ പറയട്ടെ, ഭാഗവതം 1-ാം തീയതി തൊട്ട് എന്താ പറയുക, രാമായണം വായിക്കണമെന്ന് ഒത്തിരി മക്കൾ എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ രാമായണത്തിൻ്റെ അർത്ഥം പറയാതാണ്ടാണ് വായിച്ചത്. കാരണം 30 ദിവസം കൊണ്ട് തീർക്കുന്നത്. എനിക്ക് അതിനോട് അത്ര യോഗ്യതയൊന്നും തോന്നിയിട്ടല്ല, എൻ്റെ മക്കളുടെ ആഗ്രഹത്തിന് വിട്ടുകൊടുക്കുന്നത്. കാരണം ഓടിച്ച് ഇച്ചിരി തോനെ സമയം എടുക്കാൻ പറ്റില്ലല്ലോ. കാര്യം പറഞ്ഞാൽ 1 മണിക്കൂറോടൊന്നും തീരത്തില്ല. അപ്പം അതുകൊണ്ട് പറയാതെ അതിന് വെക്കുന്ന അറിവ് കൊടുക്കാൻ പറ്റാത്ത കണക്ക് വായിക്കണമെന്നാണ് എൻ്റെയും. കാരണം അർത്ഥം ഞങ്ങൾ പറഞ്ഞിടുന്നുണ്ടല്ലോ. ആ 1 മാസം കഴിയുമ്പം പിന്നെ നമ്മളിപ്പം വായിച്ചതിൻ്റെ ബാക്കി കൊണ്ട് ഞാനത് എനിക്കറിയാവുന്ന കണക്ക് ഞാൻ ഇടുന്നുണ്ട്. പക്ഷെ ഭാഗവതം അത്ര രണ്ടും കൂടെ ഇടാൻ പാടല്ലേ. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഭാഗവതം നിർത്തിയിട്ട് ഇനി 1-ാം തീയതി തൊട്ട് രാമായണം ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ബാക്കി ഭാഗവതത്തിൻ്റെ പിന്നെ നമുക്ക് വായിക്കാം. അതുകൊണ്ട് ഇന്ന് ഇത്രയും അല്പം വായിച്ചങ്ങ് നിർത്താം. അതാണ് മക്കളുടെ അഭിപ്രായം. എനിക്ക് മക്കളുടെ അഭിപ്രായം കൊണ്ട് എനിക്ക് വിട്ടു തരിക. കാരണം എനിക്കും വലിയ എന്താ പറയുക, തോനെ കണ്ണൊന്നും വയ്യ മക്കളെ. അതുകൊണ്ടാണ് നമുക്ക് 1 മാസം എന്തായാലും കുറച്ച് മക്കൾക്ക് എനിക്കറിയാം, കുറച്ച് മക്കൾക്ക് ഭാഗവതം കേൾക്കണമെന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും മക്കൾ പറയുക, ഇങ്ങോട്ട് പറയുക, അമ്മേ അത് മതിയെന്ന്. കാരണം രാമായണം ഇട്ടിട്ട് അതിനിടയ്ക്കൂടെ ഭജനയൊക്കെ ഇടും, ആവുന്നതിൻ്റെ അന്നെല്ലാം ഇടും. ഒക്കെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒക്കെങ്കിൽ ഞാൻ ഭാഗവതം ഇടുന്നുണ്ട്. അത് വിഷമമില്ല, എനിക്ക് ആവുമെങ്കിൽ ഇടും. എനിക്ക് എന്തിനും ബുദ്ധിമുട്ടില്ല. ഇടാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഒക്കൂലെങ്കിൽ നമുക്ക് പറയണ്ടേ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെയും മക്കളുടെ എല്ലാം കമൻസ് പറയൂ, അതുപോലെ ചെയ്യാം. എന്നാലും മക്കളുടെ അഭിപ്രായം അമ്മയ്ക്ക് ബാധകമാണല്ലോ. നമുക്ക് ഇന്ന് മധുരാഷ്ടകം ചൊല്ലിക്കൊണ്ട് ഭാഗവതം ബാക്കി വായിക്കാം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരുടെയും കമൻസുകൾ ഞാൻ അടുത്ത ദിവസം പറയാം. ഇന്ന് എനിക്ക് ഒത്തിരി സമയം കഴിഞ്ഞ കാരണം എന്നെ ഒരു മകൾ വിളിച്ചു. വെളിയിൽ നിന്നാണ് വിളിച്ചത്. ഒരുപാട് സമയം കാര്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇത് തലേന്ന് രാത്രി ഇപ്പോൾ 1:15 മണി കഴിഞ്ഞ് ആ സമയത്തിനാണ് നാളെ രാവിലെ ഇത് യൂട്യൂബിലേക്ക് പോകേണ്ടതാണ്. അതിന് ഇത് ഇട്ടിട്ടേ ഞാൻ കിടക്കത്തുള്ളൂ. ഇത്രയും സമയം എനിക്ക് ഇംഗ്ലണ്ടിൽ നിന്നാണ് വിളിച്ചത്. കാരണം എൻ്റെ അനുഭവങ്ങൾ ഒരു ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എനിക്ക് അമ്മയെ ആ നമ്പർ എനിക്കൊന്ന് തരണമേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ യൂട്യൂബിലിരുന്ന ആ സ്വാമിയുടെ, അതായത് ആ ഗുരുജിയുടെ അടുത്ത് ഞാൻ ഇതുപോലെ പറഞ്ഞു ആ കുട്ടിക്കൊന്ന് കൊടുക്കണേ. എന്തായാലും ഞാനും അയച്ചിട്ടുണ്ട്, ഏതോ അതിന് കിട്ടി. ആ നമ്പറിൽ എന്നെ വിളിച്ചു. അത് ഇത്ര നേരം കാര്യം കൊണ്ടൊരു സമയം ഭാഗം എടുക്കാൻ ഒത്തില്ല. എന്നും സന്ധ്യയ്ക്ക് ശേഷം എടുക്കുന്നത്. ഇന്നിപ്പോൾ 1:15 അവർക്കവിടെ സന്ധ്യ ആകുന്നതേ ഉള്ളൂ, നമുക്ക് ഇത്ര സമയമായി. UK അതുകൊണ്ട് നമുക്ക് ഇന്ന് കുറച്ച് നാമം ചൊല്ലിട്ട് കുറച്ച് ഭാഗം വായിക്കണം. കാരണം എനിക്ക് മുടങ്ങുന്ന എനിക്ക് വല്ലാതെയാണ്, അതെനിക്ക് വലിയ വിഷമമാണ്. അതുകൊണ്ട് ഏത് സമയം എനിക്ക് അല്പം തലവേദനയൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് കാര്യം പറഞ്ഞിരുന്നതുകൊണ്ടേ അത് നമുക്ക് എല്ലാ മക്കളും ക്ഷമിക്കുക. കുറച്ച് നാമം ചൊല്ലിട്ട് ഒരു നാമം ചൊല്ലിട്ട് കുറച്ച് വായിക്കാം, കുറച്ച് സമയം അത്രേ നോക്കൂ.
അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേരഖിലം മധുരം അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേരഖിലം മധുരം വചനം മധുരം ചരിതം മധുരം വസനം മധുരം വലിതം മധുരം ചലിതം മധുരം ഭ്രമിതം മധുരം മധുരാധിപതേരഖിലം മധുരം വേണോർമധുരോ രേണോർമധുര പാണിർമധുര പാദൗ മധുരോ നൃത്യം മധുരം സഖ്യം മധുരം മധുരാധിപതേരഖിലം മധുരം ഗീതം മധുരം പീതം മധുരം ഭുക്തം മധുരം സുപ്തം മധുരം രൂപം മധുരം തിലകം മധുരം മധുരാധിപതേരഖിലം മധുരം കരണം മധുരം തരണം മധുരം ഹരണം മധുരം സ്മരണം മധുരം വമിതം മധുരം ശമിതം മധുരം മധുരാധിപതേരഖിലം മധുരം ഗുഡ്യാ മധുരാ മാലാ മധുരാ യമുന മധുരാ വീചി മധുരാ സലിലം മധുരം കമലം മധുരം മധുരാധിപതേരഖിലം മധുരം ഗോപീ മധുര ലീലാ മധുര യുക്തം മധുരം ഭുക്തം മധുരം ദൃഷ്ടം മധുരം ശിഷ്ടം മധുരം മധുരാധിപതേരഖിലം മധുരം ഗോപാ മധുര ഗാവോ മധുര അഷ്ടേർമധുര സൃഷ്ടിർമധുര ദളിതം മധുരം ഫലിതം മധുരം മധുരാധിപതേരഖിലം മധുരം അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേരഖിലം മധുരം മധുരാധിപതേരഖിലം മധുരം മധുരാധിപതേരഖിലം മധുരം മധുരം. ഇവിടെ ജരാസന്ധ യുദ്ധം തകർക്കുന്ന സമയത്ത് നമ്മൾ നിർത്തിയത്. കാരണം ഭഗവാൻ കേവലമൂർത്തി കൃഷ്ണൻ എല്ലാവരെയും പാഞ്ഞ് അടുത്ത് കൊന്നൊടുക്കുകയും എല്ലാവരും പാഞ്ഞ് അടുത്ത് വരും. ഭഗവാന്റെ വല്ല ഈയലുകൾ വെട്ടം കണ്ട് അടുക്കുന്നത് പോലെ ദുഷ്ടന്മാരായ നൃപന്മാരെല്ലാം ഓടിച്ചാടി ഭഗവാൻ ഇപ്പം തിന്നുകളയാന്ന് പറഞ്ഞ് വരും. പക്ഷെ ആരാ മരിക്കുന്നത്? അവർ തന്നെ അങ്ങ് മരിക്കുന്നത്. അതായത് ഈയലുകൾ തന്നെ വെട്ടത്തിൽ വന്ന് വീഴും, മരിക്കും. അതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ എന്താ പറയുക, നല്ലൊരു ഗദകളും വേലുകൾ ചുരികകൾ ചക്രങ്ങൾ ശതഘ്നികൾ കുന്തങ്ങൾ മുസലങ്ങൾ മുഷ്കരമായ മറ്റ് ഓരോരോ ആയുധജാലം കൈക്കൊണ്ട് നരപതി സേനകൾ എതിർക്കയും ഉൾക്കുരുന്നെങ്കിൽ ഭീതി എന്നിയെ മരിക്കയും ജീവിതാശയം വിട്ട് പാഞ്ഞു അടുക്കും. അവരുടെ ജീവിതത്തിൻ്റെ ആശകളൊക്കെ നശിച്ചിട്ട് എന്താ ചെയ്യുന്നത്? കൃഷ്ണനെ മതി, എന്താ ഓടി വരുക കൃഷ്ണനെ കൊല്ലാനായിട്ട്. പക്ഷെ നശിക്കുന്നത് ആരാ? അവർ തന്നെയാണ് നശിക്കുന്നത്. വരുന്ന ഈ നൃപന്മാർ, ഈ ദുഷ്ടരായ എന്താ പറയുക, അവരുടെ അസുരന്മാർ. അപ്പോൾ അവരുടെ ജീവിതം വേണമെന്ന് ആഗ്രഹമുള്ളവർ പേടിച്ച് മാറിപ്പോവും. ജീവിതത്തിലേക്ക് യാതൊരു ശ്രദ്ധയില്ല. അവിടെ ജയിച്ചാൽ മതി, എന്തും വന്നാലും കുഴപ്പമില്ല, മരിച്ചാലും കുഴപ്പമില്ല, കൃഷ്ണനെ തട്ടിയേ പറ്റൂ. പക്ഷെ തട്ടാനായിട്ട് വന്ന് ഇപ്പം തന്നെ വിഴുങ്ങിക്കളയാന്ന് പറഞ്ഞ് ഈയലുകൾ വരുന്നത് പോലെ ദീപത്തെ വിഴുങ്ങാന്ന് പറഞ്ഞ് വരും. അതുപോലെ ഭഗവാൻ ഇപ്പം വിഴുങ്ങാം എന്ന് പറഞ്ഞ് വരും. പക്ഷേ എന്താ കിട്ടുന്നത്? തനിയേ അവർ തന്നെ മരിച്ചു പോകുന്നു. അവർ പാഞ്ഞു വരികയും ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഓരോരുത്തരെ കൊന്നൊടുക്കുകയും ഭീരുക്കളായുള്ളവർ പേടിച്ച് മാറുകയും ഭയമുള്ളവരൊക്കെ എന്ത് ചെയ്യും? പേടിച്ച് മാറിപ്പോകും.
പിന്നെയോ ചോരയും പല വഴി പുഴയായി ഒലിക്കയും നദി പോലെ ചോര ഇങ്ങ് ഒഴുകുക. നില്ലടാ നില്ലെന്നങ്ങുടൻ അടുക്കുമ്പോൾ ചൊല്ലിക്കൊണ്ട് ഇത് ഭൂമവ് വീണിട്ടു മരിക്കയും നല്ലൊരു വീര സ്വർഗം പുക്കുടൻ സുഖിക്കയും നല്ലൊരു ഗതായുദ്ധ സമർത്ഥരായ ജനം നല്ലൊരു കടങ്ങളെ തച്ചുടയ്ക്കുന്ന പോലെ. അതൊക്കെ എങ്ങനെയാ തച്ചുടക്കിയ ഗത? അതായത് നല്ല ഈ മൺകലം കടം വെച്ചാൽ കുടം, മണ്ണുകൊണ്ട് ഉണങ്ങിയ ഒരു കുടം ഉണ്ടല്ലോ, അതിനെ നല്ല വെന്ത് വെളുത്ത് നല്ല ബലമായിട്ട് അതിനകത്ത് താളം കളിച്ച് ഡിങ് 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 എന്ന് കേൾക്കും. അങ്ങനെയുള്ള കടങ്ങളെ തച്ചുടയ്ക്കുന്നത് പോലെ കരികൾ രഥം ഇവ തച്ചുടൻ പൊടിക്കയും. എന്താ കരികൾ? ആനകളും രഥവും എല്ലാം ഈ ഗത കൊണ്ടൊക്കെ തച്ചടിച്ച് പൊടിച്ച്. അതാണ് സംഭവിച്ചത്. നമുക്ക് അതിൻ്റെ ബാക്കി നമുക്ക് വായിക്കാം. ശരങ്ങൾ കൊണ്ട് പിളർന്നിട്ട് അട്ടഹാസിച്ചും ചിലർ, അട്ടഹാസിക്കും മധ്യേ ജീവനും വിട്ടുപോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അട്ടഹസിച്ചുകൊണ്ട് ഹോ എന്ന് പറഞ്ഞ് വരും, പെട്ടെന്നാണ് തറയിൽ വീഴുന്നത്. രുഷ്ടരായി പിന്തിരിഞ്ഞു നിന്നെതിർക്കുന്നു ചിലർ, സങ്കരം കാണികൾക്ക് കണ്ണുകൾ മുറുകുന്നു. കണ്ണോട് നിൽക്കുന്നവർക്കൊക്കെ നന്നായി കണ്ണുകളൊക്കെ അങ്ങ് മുറുകുക. അത്ര നല്ല ഭയങ്കര യുദ്ധമാണ്. സങ്കരം കണ്ടുകൊണ്ടാടുകയും പുകഴ്ത്തിയും ഇന്നിതു പാർത്താൽ മഗധാധിപൻ ദുഷ്ടനെന്ന് നിന്ദിച്ചു പറയുന്നു കാണികളായ ചിലർ. ചിലർ പറയുന്നത് കണ്ടിട്ട് ഈ മഗധാധിപൻ, ഈ ജരാസന്ധൻ ദുഷ്ടനാണെന്ന് കണ്ടുകൊണ്ട് നിൽക്കുന്നവരെ നിന്ദിച്ചു പറയുന്നു. സ്വർഗവാസികൾ കണ്ടു സന്തുഷ്ടരായിടുന്നു. മഗധാധിപ പടയൊക്കെയും മരിച്ചിട്ട് രക്തമാ അമ്പുതിയും പരന്ന് ശോഭിക്കുന്നു. മഗധാധിപൻ്റെ പടയെല്ലാം മരിച്ചു തീരുമ്പോൾ എന്തുവരും? രക്തം കൊണ്ട് അവിടെ അമ്പുതി സമുദ്രം പോലെ പരന്നങ്ങ് കിടക്കുക. രക്തം, വെള്ളം, അതായത് ചുമന്ന രക്തം നദി പോലെ ഒഴുകി എല്ലാം കൂടെ ഒരു സമുദ്രം പോലെ ശോഭിച്ച് കിടക്കുന്നു. രക്തവാരിധി തന്നിൽ രക്തം കൊണ്ടുള്ള വെള്ളം, വാരിധി സമുദ്രം ആണല്ലോ, വാരി വെള്ളം, പക്ഷെ വാരിധി സമുദ്രം, രക്തം കൊണ്ടുള്ള സമുദ്രത്തിൽ എന്തൊക്കെയുണ്ട്? ചത്തൊരു ഗണം കൂട്ടം. എത്രത്തോളം ഈ അസുരന്മാർ മരിച്ചു. അതൊക്കെ എന്തായി അവിടെ? മത്സ്യമായി, കല്ലുകളായി, നക്രമായി, ശംഖമായി, തത്സമം ഇടകലർന്നങ്ങ് അതിൽ രത്നങ്ങളായി ചത്തൊരു ജനത്തിൻ്റെ വീരഭൂഷണങ്ങളും. ഇവർക്കൊക്കെ നല്ല രാജാക്കന്മാരല്ലേ, മരിക്കുമ്പോൾ എന്തെല്ലാം ദേഹത്ത് നല്ല രാജ രീതിയിലല്ലയോ ആഭരണങ്ങളൊക്കെ ഉള്ളത്. ഇതെല്ലാം പോവുമല്ലേ? ഇതെല്ലാം വെള്ളത്തിൽ സമുദ്രത്തിൽ എന്തെല്ലാം ഉണ്ട്? മത്സ്യവും നക്രവും എന്തൊക്കെയോ ഉണ്ട്. അതെല്ലാം തന്നെ ഈ രക്തമാകുന്ന ഈ സമുദ്രത്തിലും ഉണ്ട്. കാരണം എന്താ? ഇവരുടെ ആഭരണങ്ങളെല്ലാം ചത്തൊരു ജനത്തിൻ്റെ, ഈ രാജാക്കന്മാരുടെ, ഈ അസുരന്മാരുടെ രാജാക്കന്മാരുടെ വീരഭൂഷണങ്ങളും രത്നങ്ങളും മത്സ്യങ്ങളായും കല്ലുകളായും നക്രമായും ശംഖം, ഇതൊക്കെ അതുകൊണ്ട് ഇതെല്ലാം സമുദ്രത്തിൽ എന്തൊക്കെയുണ്ട് അതുപോലെ തന്നെയാണ് ഇവരുടെ ഈ സാധനങ്ങളെല്ലാം ഈ സമുദ്രത്തിലും ഉണ്ട്. അപ്പം സമുദ്രത്തിന് ഉപമിക്കാം എല്ലാം ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ എല്ലാം ഇവരുടെ ദേഹത്തുള്ളതെല്ലാം അവിടെ കിടക്കുമല്ലേ. അതുകൊണ്ട് ഇതെല്ലാമായിട്ട് ചത്തൊരു ജനത്തിൻ്റെ വീരഭൂഷണങ്ങളും, എന്നുവെച്ചാൽ വീരഭൂഷണം എന്താണ്? രാജാക്കന്മാർക്ക് പ്രത്യേക ആഭരണങ്ങളൊക്കെ ആണല്ലോ, അതൊക്കെയാണ്. എത്രയും കേശങ്ങളാം ചണ്ടിയും പൂർണ്ണമല്ലോ. ഈ സമുദ്രത്തിൽ പായലുണ്ട്, പക്ഷെ ഇവിടെ എന്താണ്? പായലിന് പകരം കേശം. ഇവരുടെ എല്ലാം മുടി ഇങ്ങനെ ഇത്രയും പേര് മരിക്കുമ്പോൾ ആ മുടികളിങ്ങനെ അലുമില്ലാ കിടക്കല്ലേ, അത് ചണ്ടി. അപ്പോൾ സമുദ്രത്തിന് തുല്യമാകുന്നു എന്നാണ് പറയുന്നത്. ഇത് രക്തസമുദ്രം, രക്തവാരിധി. സാധാരണ ജലം കൊണ്ടുള്ള സമുദ്രത്തിന് പകരം ഇവിടെ രക്തം കൊണ്ടുള്ള സമുദ്രം. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്നും കാതിൽ നിന്നും കഴുത്തിൽ നിന്നെല്ലാം പോയ കിരീടങ്ങളും എല്ലാം കാണും. ഇതെല്ലാം അവിടെ കിടക്കുമ്പോൾ അവരുടെ മുടിയും എല്ലാം ചണ്ടി എന്ന് പറയും, പായൽ. അതും എത്രയും കേശങ്ങളാം ചണ്ടിയും പൂർണ്ണമല്ലോ. അപ്പോൾ ചണ്ടി വരെ അവിടെ ഉണ്ട് ഈ രക്തവാരിധിയിൽ. ചണ്ടിക്ക് പകരം പായലിന് പകരം അവിടെ മുടി. വാരിധി തന്നിലുള്ള വസ്തുക്കളെല്ലാം ഉണ്ട്. അപ്പോൾ സമുദ്രത്തിലുള്ള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇവിടെയും ഉണ്ട്. വാരിധി സമുദ്രം, അത് എന്തൊക്കെ വസ്തുക്കളാണ് ഉള്ളത് അതെല്ലാം ഈ രക്തവാരിധിയിലും ഉണ്ട്. ഇവരുടെ രക്തം ഒഴുകിയ പുഴ പോലെ ഒഴുകി സമുദ്രം പോലെ പരന്ന് കിടക്കുന്നത് ഇതെല്ലാം ഉണ്ട്. വാരിധിയായ രക്തജലത്തിലെന്നീ വേണ്ടു. അപ്പം വാരിധി തന്നെയുള്ള വസ്തുക്കളെല്ലാം ഉണ്ട്. വാരിധിയായ രക്തജലത്തിലെന്നേ വേണ്ടു. സമുദ്രം പോലെ ഉള്ള
ജലം, രക്തം കൊണ്ടുള്ള ജലം, അതിലെല്ലാം ഉണ്ട്. സൈന്യനാശത്തെ കണ്ടു കോപിച്ചു ജരാസന്ധൻ മാന്യനായി രഥമേറി ചെന്നു രാമനുമായി തമ്മിലുണ്ടായ രണം. എത്രയും അത്യത്ഭുതം! ഈ സൈന്യത്തിൻ്റെ നാശം കണ്ടപ്പോൾ ഇത്രമാത്രം ജനങ്ങൾ, രാജാക്കന്മാരെല്ലാം അതിനുള്ള ജനങ്ങളെല്ലാം മരിച്ചു വീണപ്പോൾ ജരാസന്ധന് മഗധന് കോപമുണ്ടായി. അതെന്തോന്ന്, ജരാസന്ധൻ മാന്യനായി എന്ത് ചെയ്തു? രഥം അങ്ങോട്ട് ഏറി ചെന്ന് രാമനോട് അങ്ങോട്ട് പൊരുതു കൊടുങ്ങുക. രാമനെ പറ്റൂ, രാമനോട് തമ്മിലുള്ള രണം, യുദ്ധം എത്രയും അത്യത്ഭുതമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ആ യുദ്ധം എങ്ങനെയെന്ന് വെച്ചാൽ വൻമല തമ്മിൽ പോലെ, ഹസ്തികൾ എന്ന പോലെ, വലിയ പർവ്വതങ്ങൾ തങ്ങളിൽ എങ്ങനെയാ അതുപോലെ, അല്ലെങ്കിൽ ഹസ്തികൾ ആനകൾ എങ്ങനെയാ, രണ്ട് ആനകൾ മല്ലടിച്ചാൽ എങ്ങനെയാ അതുപോലെ, വൻമല തമ്മിൽ പോലെ, ഹസ്തികൾ എന്ന പോലെ തങ്ങളിൽ ഗദായുദ്ധ എത്രയും ചെയ്തു ഘോരം മംഗലൻ രാമൻ താനും മാഗധൻ താനുമായി. ഇവർ രണ്ടും കൂടെ അത്രമാത്രം ഘോരമായ വലിയ പർവ്വതങ്ങൾ തമ്മിൽ പൊരുതുന്ന പോലെ രണ്ട് ആനകൾ എങ്ങനെ, രണ്ട് ആനകൾ എത്രമാത്രം ശക്തിയോടാ അതുപോലെ തങ്ങളിൽ, അതായത് ജരാസന്ധനും രാമനുമായിട്ട് തങ്ങളിൽ ഗദായുദ്ധം എത്രയും ചെയ്ത് ഘോരം മംഗലൻ രാമൻ താനും മാഗധൻ താനുമായി. ഒരു രണ്ടും കൂടിയായി. മാഗധൻ ഗദ കൊണ്ട് രാമൻ്റെ വക്ഷസിങ്കിൽ തുങ്കമായി ഓങ്ങി ഒന്ന് തച്ചിതു ക്രോധത്തോടെ. ദേഷ്യത്തോട് രാമൻ്റെ നെഞ്ചിൽ തുങ്കമായി ഓങ്ങി ഒന്ന് തച്ചു ഒരടി കൊടുത്തു, ക്രോധത്തോടെ ചെയ്തു. രാമനും അത് തട്ടി പിന്നെയും യുദ്ധം ചെയ്തു. രാമൻ അത് തടഞ്ഞ് കൊള്ളിച്ചില്ല, പുറത്ത് കൊള്ളാതെ തടഞ്ഞു. രാമന് അത് തട്ടി പിന്നെയും യുദ്ധം ചെയ്തു. മാഗധൻ താനും കുറഞ്ഞിടാതെ പൊരുതിതു. രണ്ടുപേരും ഒന്നൊന്ന് മെച്ചമായിട്ട് കുറഞ്ഞിടാതെ, ഒട്ടും കുറവല്ല മാഗധനും രാമന് ഒപ്പം തന്നെ. രാമൻ അത്രമാത്രം ബലശാലിയാണ്. അത് ബലരാമൻ എന്നാ പേര്. ബലം അത്രത്തോളം ഉണ്ട്. ഈ ജരാസന്ധനേക്കാളും ആരെക്കാളും ബലം ഉള്ളതുകൊണ്ടാണ് ബലരാമൻ എന്ന് പേരിട്ടേക്കുന്നത്. പക്ഷേ ഇവിടെ മാഗധന് ഒട്ടും കുറവില്ല എന്നാണ് എൻ്റെ അർത്ഥം. രണ്ടുപേർക്കും തുല്യം തന്നെ വരുന്നു. മാഗധൻ താനും കുറഞ്ഞിടാതെ പോരുത് എന്ന് വെച്ചാൽ ഇച്ചിരി കുറവുണ്ടെന്നാലും വരുന്നുണ്ട്, എങ്കിലും കുഴപ്പമില്ല എന്നാണ്. പിന്നെയും ഗദായുദ്ധ അശ്രാന്തനായി മാഗധന്. അപ്പോഴെന്ത് വന്നു? അല്പം ഗദായുദ്ധ അശ്രാന്തനായി, അല്പം മാഗധൻ താഴെയായി. അശ്രാന്ത വെച്ചാൽ ശാന്തത പോയി, അശ്രാന്തത വായിക്കണം അവിടെ. പിന്നെയും ഗദായുദ്ധ ശ്രാന്തനല്ല, അശ്രം, ശാന്തൻ്റെ ഓപ്പോസിറ്റ്, ശാന്തമില്ലാതെ, ഇനിയിപ്പോൾ പറ്റുന്ന ലക്ഷണം ഇല്ല എന്നൊരു തോന്നൽ വരുമല്ലോ, അതിനാണ് അശ്രാന്തനായി മാഗധനും. ബലരാമൻ്റെ കൂടെ പൊരുതാനുള്ള കെൽപ്പ് വരുന്നില്ല, അശ്രാന്തത വരുന്നു. അതുകൊണ്ട് ചെന്നുടൻ വില്ലെടുത്തു ശരങ്ങൾ തൂകിയിടിനാൻ. അയാൾക്ക് ഗദ കൊണ്ട് മത്സരിക്കാൻ പറ്റാതെ വന്നപ്പോൾ ചെന്നെന്ത് ചെയ്തു? അല്പം അശ്രാന്തത വന്നപ്പോൾ മാഗധൻ വില്ലെടുത്ത് ശരങ്ങൾ തൂകിടാൻ, അങ്ങനെ വില്ലും എടുത്ത് അമ്പുകൾ ഇങ്ങനെ തൂകി മഴ പോലെ തൂകുക. രാമൻ അതുനേരം സീരത്താൽ രഥത്തെയും, രാമൻ എന്ത് ചെയ്തു? സീരം, കലപ്പ, രാമൻ്റെ ആയുധം കലപ്പയാണ്. ഈ കലപ്പ എടുത്ത് രഥത്തെയും സീമയില്ലാത്ത രുഷ പൊടിച്ച് കളഞ്ഞിട്ട് കണക്കില്ലാത്ത ദേഷ്യത്തോടെ, രുഷ ദേഷ്യം. അപ്പോൾ ഇത്രയും ഈ അശ്രാന്തനായി ഇവൻ മാഗധൻ, അപ്പം അയാൾ പോയി വില്ലെടുത്ത് ശരങ്ങൾ തൂകിയപ്പോൾ രാമന് ദേഷ്യം ഉണ്ടായി. എന്തുവന്ന്? അത് നേരം സീരത്താൽ, കലപ്പ കൊണ്ട് അവൻ്റെ രഥത്തെയും സീമയില്ലാത്ത രുഷ, ഒരു കണക്കില്ലാത്ത ദേഷ്യത്തോടു കൂടി, രുഷ കോപമെന്ന അത്രത്തോളം ക്രോധത്തോടു കൂടി പൊടിച്ച് കളഞ്ഞിട്ട്, എന്താ, രഥവും അയാളുടെ എല്ലാം പൊടിച്ച് കളഞ്ഞിട്ട് രാമനും മാഗധനെ പിടിച്ച് കെട്ടിക്കൊള്ളുവാനായിട്ട് തുടങ്ങുമ്പോൾ, അപ്പം രാമൻ അവനെ എന്ത് ചെയ്ത് പൊടിച്ച് ശരിയാക്കിയപ്പം ക്രോധം അങ്ങേ അറ്റമായപ്പം മാഗധനെ പിടിച്ച് കെട്ടിയിടാനൊരുങ്ങി. രാമൻ പിടിച്ച് മാഗധനെ, ഈ രാമൻ പിടിച്ച് കെട്ടിക്കൊള്ളുവാനായിട്ട് തുടങ്ങുമ്പോൾ എന്തു വന്നു? കൃഷ്ണനും രാമനോട് ചൊല്ലിനാൻ. അങ്ങനെ കൃഷ്ണൻ അപ്പോഴും എന്ത് പറഞ്ഞു? രാമനോട് അത്രത്തോളം അവനെ ഒന്ന് താഴ്ച ആക്കി, കെട്ടാനുള്ള പരുവമാക്കി. അവനെ ഒത്തിരി ഗത കൊണ്ട് ഒക്കാഞ്ഞപ്പോഴാണല്ലോ, തളർന്നപ്പോഴാണല്ലോ വില്ലെടുക്കാൻ പോയത്. അപ്പോൾ രാമൻ എന്ത് ചെയ്തു? എല്ലാം തച്ചുടച്ച് കളഞ്ഞു, അവനെ രഥവും എല്ലാം. എന്നിട്ട് അവനെ പിടിച്ച് കെട്ടാൻ ഒരുങ്ങിയപ്പോൾ കൃഷ്ണൻ രാമനോട് ചൊല്ലിനാൻ, കൊന്നീടല്ല ഇവനെ നാം ഇപ്പോഴേ അവനെ കൊല്ലണ്ട. ഭഗവാൻ പറഞ്ഞു, അതാ ഭഗവാന്റെ ബുദ്ധിയാണ്. ഇപ്പോഴേ അവനെ കൊന്നീടല്ല ഇവനെ നാം നമുക്ക് ഇപ്പോഴേ അവനെ കൊല്ലണ്ട.
കൊല്ലാതെ വിട്ടാൽ ഇവൻ മൂലമായി മറ്റുമുള്ള ദുഷ്ടരാ നൃപന്മാരും പടയും വന്ന് നമ്മോടൊട്ട് ഏറ്റവും യുദ്ധമുണ്ടാ. അപ്പോൾ ഞാൻ സൈന്യങ്ങളാൽ ഭൂമിഭാരമാം മറ്റു ദുഷ്ടന്മാരെയും കൊല്ലാം. എന്തൊരു നല്ല ബുദ്ധിയാ! അന്നേരം ഇവനെ കൊന്നാന്തരം യുദ്ധം അതോടെ അവസാനിക്കും. ബാക്കി കിടക്കുന്ന ദുഷ്ടന്മാരൊക്കെ സുഖിച്ച് വാഴും. മാഗധൻ ചത്തുപോയാൽ എന്ത് ചെയ്യും? മറ്റൊരു അടങ്ങി പോവും. പക്ഷെ ഭഗവാനോട് എന്തിനാ വന്ന ഈ ദുഷ്ടന്മാരെ മൊത്തം വധിക്കാനാ. അപ്പോൾ ഇവനെ ഇപ്പം നമുക്ക് കൊല്ലണ്ട, രാമനോട് പറഞ്ഞെന്താ, കൊന്നിടാതെ ഇവനെ ഇപ്പം വിടൂ, ഇപ്പം നമുക്ക് ഇവനെ കൊല്ലണ്ട. കൊല്ലാതെ വിട്ടാൽ എന്ത് വരും? ഇവൻ കാരണം വേറെ ഒരുപാട് ദുഷ്ടന്മാരുണ്ട്, അവന്മാരുടെ ഇനി ഒന്നുകൂടെ വരട്ടെ. മറ്റുമുള്ള ദുഷ്ടരാ നൃപന്മാരുണ്ട്, അവരും പടയുമായി ഇനിയും വരും നമ്മുടെ യുദ്ധം ചെയ്യാൻ. അപ്പോൾ നമ്മോട് ഏറ്റവും യുദ്ധം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടെ വരുമ്പോൾ ഇപ്പോൾ ഒരുത്തനെ കൊന്നാൽ ഒരുപാട് പേര് പുറകെ കിടപ്പുണ്ട്. ഇവനവിടെ ഉണ്ടെങ്കിലേ അവനും കൂടെ വരത്തുള്ളൂ. അപ്പം ഇത്രയും പേരോട് നമുക്ക് ഒന്നിച്ച് വേണ്ട ഒരു യുദ്ധം ഉണ്ടാവും, അത്രയും പേരെ കൊല്ലാമല്ലോ. അല്ലാതെ എങ്ങനെ ഈ ലോകം നന്നാവും? ദുഷ്ടരെ മൊത്തം വധിക്കാനല്ലേ ഭഗവാൻ വന്നത്. അതുകൊണ്ട് ദുഷ്ടരാം നൃപന്മാരും പടയും വന്ന് നമ്മുടെ ഒട്ട് ഏറ്റവും യുദ്ധമുണ്ടാ. അപ്പോൾ ഞാൻ സൈന്യങ്ങളാൽ ഭൂമിഭാരമാം ഈ ദുഷ്ടരെ ഭാരം തീർക്കാം. ദുഷ്ടന്മാരെ മൊത്തം വധിച്ച് ഭൂമിയുടെ ഭാരം, ഈ ദുഷ്ടത നിറഞ്ഞ അതാണ് ഭാരം. അല്ലാതെ ഈ ജനങ്ങൾ നിൽക്കുന്ന ഭാരമല്ല, അവരുടെ സ്വഭാവം ദുഷ്ടത വരുത്തതാണ് ഭാരം ഭൂമിക്ക്. അത് ജനങ്ങൾക്ക് കഷ്ടതയല്ലേ. ജനങ്ങളെ ദുഷ്ടത കൊണ്ട് നിറച്ച പാവപ്പെട്ട ജനങ്ങളും ഭക്തന്മാരൊക്കെ എങ്ങോട്ട് ഒളിക്കും ഈ ദുഷ്ടന്മാരുടെ ഇടയിൽ നിന്ന്. അതുകൊണ്ട് നമുക്ക് ഒടുക്കം എല്ലാവരും ഒന്നിച്ച് ഇനിയൊരു യുദ്ധം ഉണ്ടാകുമ്പോൾ ഇവനെ വിട്ട് മാറി കൊന്നാൽ പറ്റില്ല. അതുകൊണ്ട് അവനെ വിട്ടെങ്കിൽ മാത്രമേ ഇനി ഒരു യുദ്ധം ഉണ്ടാകും, എല്ലാവരും കൂടി വരും. അപ്പോൾ ഭൂമിഭാരമാം മറ്റ് ദുഷ്ടന്മാരെ നമുക്ക് കൊല്ലാം. താമസമെന്നെ ഇപ്പോൾ മാഗധം വിട്ടയക്ക. ഇപ്പം നമുക്ക് താമസം കൂടാതെ പെട്ടെന്ന് തന്നെ ഇവനെ കെട്ടിയിടണ്ട, ഇവനെ വിട്ടേക്കൂ ഭഗവാൻ പറഞ്ഞു. ഇത്തരം കേട്ടു രാമൻ മാഗധം വിട്ടയച്ചു. അതെല്ലാം കേട്ടപ്പോൾ രാമൻ എന്ത് ചെയ്തു? ഈ മാഗധനെ വിട്ടയച്ചു. സത്വരം മാഗധനും മാനം കെട്ടങ്ങ് പോയാൻ. അങ്ങനെ അവൻ നാണക്കെട് ഇളിഫനായി പോയി, നാണം കെട്ടുപോയി. എടുത്താടി വന്നതാ ഭഗവാനെ വധിക്കാതെ പറഞ്ഞു. അവരെല്ലാം പട കൂടി വന്നതാ. പക്ഷേ എങ്ങനെ പോയി? നാണം കെട്ട് തിരിച്ചു പോയി. അങ്ങനെ മാനം കെട്ട് പോയാൻ വാനവന്മാരാൽ പൂജ്യനായി. അത് സ്വർഗവാസികൾ എന്ത് ചെയ്തു? ഭഗവാൻ ഇത്രയെല്ലാം ചെയ്തപ്പോൾ വാനവന്മാരാൽ പൂജ്യനായി മാധവൻ താനും. ഭഗവാൻ സ്വർഗവാസികളായിട്ട് അവർ ഭഗവാനെ പൂജിക്കുക. ഭഗവാൻ ഇവിടെ എന്ത് ചെയ്താലും അവർ നോട്ടമുണ്ട്. അപ്പോഴവർ പുഷ്പവർഷങ്ങളൊക്കെ എല്ലാം ഭഗവാനെ അത്ര ആഘോഷം അവർക്കുണ്ട്. സ്വർഗവാസികൾക്ക് ഭഗവാൻ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നു നോക്കിയിരിക്കുക. അപ്പോൾ അവരെല്ലാം ഭഗവാനെ പൂജ്യനായി മാധവൻ താനും. വന്ദിതരായ കൃഷ്ണാദികളും യദുക്കളും മടങ്ങിപ്പോയി. ഭഗവാനെ വന്ദിക്കുന്ന കൃഷ്ണാദികൾ വെച്ചാൽ കൃഷ്ണൻ്റെ ജനങ്ങൾ, കൃഷ്ണനോട് ഒത്തു നിൽക്കുന്ന ആളുകൾ, യദുക്കൾ, അവരും മടങ്ങി തിരിച്ചു പോയി. മധുസൂദനൻ തന്നാൽ വിട്ടിട്ടുടനെ. അപ്പം ഭഗവാൻ മധുസൂദനനെ തന്നാൽ വിട്ടിട്ട് ഉടനെ തൻ്റെ പുരം ചെന്ന് പൊക്കിതു. പിന്നെ അവരെല്ലാം വിട്ടിട്ട് ഭഗവാനും ഭഗവാന്റെ പുരത്തിലേക്ക് പോയി. പിന്നെ മാനികൾ നൃപരെല്ലാം മാനഹീനത പൂണ്ട്. അവിടെ മാനികളായ നൃപന്മാരുണ്ടായിരുന്നു. ഈ ജരാസന്ധൻ്റെ കൂടെ ഒരുപാട് മാനം പിടിച്ച അഹങ്കാരികളും ഉണ്ട്. എല്ലാം ദുഷ്ടന്മാരാണെങ്കിൽ ചിലർക്കൊരു മാനം നടിച്ച് നടക്കും. അവരെന്ത് ചെയ്തു? മാനികൾ നൃപരെല്ലാം മാനഹീനത പൂണ്ടപ്പോൾ യാദവന്മാർക്ക് മാഗധൻ മൂലമായി നാം എല്ലാം ശത്രുക്കളായി വന്നത് കർമ്മബന്ധം. കാരണം ഇപ്പം അവരും കൂടെ അവനൊത്ത് നിന്നതുകൊണ്ട് ഭഗവാന് വിരോധികളായത് കർമ്മബന്ധം എന്ന് നമ്മൾ പറയത്തില്ലയോ. നമ്മൾ ഒരു പക്ഷത്തിൽ നിന്നുകൊണ്ട് അവരെ സഹായിച്ച് അവർക്ക് ഒത്തു നിന്നിട്ട് തോറ്റ് പിന്നോടുമ്പം ജയിച്ചു നിൽക്കുന്നവർക്ക് വിരോധം ഉണ്ടാകാം. നിങ്ങളെല്ലാം അവൻ്റെ പക്ഷമല്ലായിരുന്നോ? അപ്പോൾ വെറുതെ ജയിച്ചതുമില്ല, ഭഗവാനായിട്ട് വിരോധം ആവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നാം എല്ലാം ശത്രുക്കളായി വന്നതും കർമ്മബന്ധം. യാദവന്മാർക്ക് മാഗധൻ മൂലമായി, അതാ ഈ യാദവ വരന്മാർക്ക് മാഗധൻ മൂലമായി ഭഗവാൻ കാരണം നാം എല്ലാം ശത്രുക്കളായി വന്നതും കർമ്മബന്ധം. അവർ മറ്റുള്ളവർക്കൊക്കെ ഒത്തു നിന്ന് ഭഗവാനോട് അല്പം നീരസം കാണും. അപ്പോൾ ഭഗവാന് അത് ഉള്ളിൽ കാണുമല്ലോ, അത് കർമ്മബന്ധമായി പോയല്ലോ എന്ന് അവരൊക്കെ ചിന്തിച്ച് എന്നിവ നിരൂപിച്ച് ദുഃഖിച്ചു പോയിടിനാർ. അതെല്ലാം വിചാരിച്ചുകൊണ്ട് അവർ ദുഃഖിച്ചു പോയി. കാരണം മാഗധന് അവരെല്ലാം ബന്ധക്കാരാണല്ലോ, ഈ നൃപന്മാരെല്ലാം ഭഗവാന്റെ ബന്ധുക്കളായ കംസൻ അമ്മാവനാണ്. അമ്മാവൻ്റെ ഭാര്യയുടെ അച്ഛനാണ് ഇവർ. അപ്പോൾ അവരുടെ നൃപന്മാരെല്ലാം ഭഗവാന്റെ ബന്ധുക്കളും കൂടാണ്. അപ്പം
മാഗധൻ്റെ പക്ഷം നിൽക്കുന്നവർ അവിടെ തന്നെ നിൽക്കും. അപ്പം തോറ്റ് തുന്നമ്പാടി പോകുമ്പം ക്ഷീണം അവർക്കുണ്ടാവുന്നു. അപ്പോൾ ആ ജനങ്ങൾ പറയും, ഈ ജരാസന്ധൻ മുഖാന്തരം നമുക്ക് കൃഷ്ണ വിരോധിയായി പോയല്ലോ, കഷ്ടം ആയിപ്പോയി എന്നും പറഞ്ഞ് അവരൊക്കെ വിഷമിച്ച് തിരിച്ചു പോയി. അമ്പരം തന്നിൽ നിന്നു ദേവകൾ സന്തോഷിച്ചു. ആകാശത്തുനിന്ന് ദേവന്മാരെല്ലാം സന്തോഷിച്ച് നിർമ്മലന്മാരാം രാമകൃഷ്ണന്മാരെയും ഏറ്റം സ്തുതിച്ചു. പുഷ്പവർഷം ചെയ്തതും ഏറ്റുകൊണ്ട് മതിമോഹന നൃത്തഗീത വാദ്യാദിയോടും യുദ്ധത്തിൽ ജയിച്ചൊരു വീരഭൂഷണ ധനം വ്യർത്ഥമോദത്തോടൊക്കെ എടുപ്പിച്ച ആഘോഷത്താൽ ചെല്ലുന്ന നേരം രാജനഗരവാസി ജനം കല്യാണമോട് വാഴ്ത്തിക്കൊടി തോരണത്തോടും എതിർത്തു വന്നു സർവ അലങ്കൃതയി പൂജിച്ചപ്പോൾ മതിമോദന പൗരജനത്തെ കടാക്ഷിച്ചു. വാദ്യഘോഷങ്ങളോടും ചെന്നു യാദവരാജൻ പാദത്തിൽ ബഹുധനം സമർപ്പിച്ചിതു വിഭൂ. എല്ലാം സന്തോഷമായി. യുദ്ധത്തിൽ ജയിച്ചൊരു വീരഭൂഷണ ധനവും ബദ്ധ മോദത്തോടെ എടുപ്പിച്ച് ആഘോഷമൊക്കെ ചെയ്ത് ഈ പുഷ്പവർഷമൊക്കെ ചെയ്ത് ഇവർ നൃത്തഗീതങ്ങളൊക്കെ ആയി ദേവന്മാരെല്ലാം സന്തോഷിച്ചിട്ട് അത് നല്ല ആഘോഷത്താൽ ചെല്ലുന്ന രാജ്യനഗരവാസി ജനങ്ങളെല്ലാം കല്യാണമോട് അത് സന്തോഷത്തോടെ എല്ലാവരും വാഴ്ത്തി കൊടി നമ്മൾ ഇപ്പം ഒരു പാർട്ടിക്കാർ ജയിക്കുമ്പോൾ എന്തെല്ലാം ആഘോഷമാണ്, കൊടിയും തൂക്കി ജയഘോഷം വിളിക്കുന്നത് പോലെ അവിടെ ജനങ്ങളെല്ലാം ഭഗവാന്റെ ആൾക്കാരെല്ലാം ജയഘോഷം അവിടെ ഉണ്ട്. ഇങ്ങനെ കൊടി തോരണങ്ങളൊക്കെ ആക്കി എതിർത്ത് വന്ന് സർവ അലങ്കൃതയെ പൂജിച്ചപ്പോൾ മതിമോദന മനസ്സിന് സന്തോഷത്തോടെ പൗരജനത്തെ കടാക്ഷിച്ച് വാദ്യഘോഷങ്ങളോടും ചെന്ന് യാദവരാജൻ ഉഗ്രസേനൻ്റെ പാദത്തിൽ ബഹുധനം സമർപ്പിച്ചത് വിഭു. അതായത് അവിടെ രാജാവായിട്ട് നിൽക്കുന്ന ഉഗ്രസേനാണല്ലോ, അതുകൊണ്ട് പൗരജനത്തെ എല്ലാം കടാക്ഷിച്ച് വാദ്യഘോഷങ്ങളോടും ചെന്ന് യാദവരാജൻ പാദത്തിൽ ബഹുധനം സമർപ്പിച്ചത് വിഭു. എല്ലാം അർപ്പിക്കുന്നത് രാജാവിനെയാണ്. അതുകൊണ്ട് വിഭു എന്ന് പറയുന്നത് ഭഗവാനെയാണ്. വിഭു ഭഗവാനല്ലേ, അപ്പം ഭഗവാൻ പ്രജയല്ലേ. കൃഷ്ണനാണെങ്കിലും മുത്തച്ഛൻ രാജാവാണ്. എല്ലാം അവിടെ രാജാവിന് വേണം സമർപ്പിക്കാൻ. അന്ന് രാജഭരണം കൊടുത്തപ്പോഴേ എല്ലാം ഒരു അവിടുത്തെ ദാസന്മാരായി നിന്ന് ചെയ്തു കൊള്ളാമെന്നാണ് ഭഗവാൻ കാരാഗൃഹത്തിൽ നിന്ന് രക്ഷിച്ചിട്ട് കംസനെ വധിച്ചിട്ട് ഉഗ്രസേനയൊക്കെ രക്ഷിച്ചിട്ട് രാജ്യഭാരം അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു. എല്ലാ കാര്യവും നിറവേറ്റാനാണ് കൃഷ്ണനോട് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം അദ്ദേഹത്തെ രാജാവിനെ ഭഗവാൻ സമർപ്പിച്ചു. വിഭു എന്ന് പറയുമ്പോൾ ഭഗവാനല്ലാതെ വേറെ ആരുമല്ല. വിഭു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാണ് കൃഷ്ണനാണത് എന്ന്. കാരണം കൃഷ്ണൻ അവിടുത്തെ ഒരു മന്ത്രി എന്തൊക്കെ ചെയ്തു കൊടുക്കുന്ന രാജാവിന്, അതുപോലെ ബലരാമനും കൃഷ്ണനൊക്കെ കാര്യങ്ങൾ നടത്തുന്ന ഇവരാണ്. യദുരാജനും ഏറ്റവും ആനന്ദത്തോടു കൂടി അപ്പോഴെന്ത് വന്നു രാജാവ് ഉഗ്രസേനൻ ആനന്ദത്തോട് എന്ത് ചെയ്തു? യാദവപതി ജഗന്മംഗലൻ കൃഷ്ണൻ തന്നെ ബഹുമാനിച്ചു ചിത്തേ മാധവ രാമന്മാരും ബഹുമോദേന യദുവൃന്ദവും ഒരുമിച്ച്. അപ്പം രാജാവ് എന്ത് ചെയ്തു? ഭഗവാനെയും രാമനെയൊക്കെ സന്തോഷത്തോട് ബഹുമാനിച്ച് ചിത്തേ മനസ്സിനകത്ത് അത്രത്തോളം ബഹുമാനിച്ച് ഭഗവാനെയും രാമനെയൊക്കെ മാധവ രാമന്മാരും ബഹുമോദേന യദുവൃന്ദവും ഒരുമിച്ച് നന്നായി വാഴുന്ന നാൾ പിന്നെ 3-ാം മാസേ ബലിയായി മഹാരഥനായ നൃപൻ വന്നു. വീണ്ടും 3 മാസം വരെ ഇത് നിന്ന് വീണ്ടും അവർ വരുക. പുലരുന്നതിന് മുമ്പേ പത്മങ്ങൾ വിടരുമ്പോൾ ജയിച്ചു കൂടാത്തൊരു പടയും വാദ്യഘോഷാൽ ഹയങ്ങൾ ഗജങ്ങളും രഥവും ഏറ്റമായി. മാഗധ നൃപൻ, ഇതൊന്നും വലിയ പാടാ, നമ്മുടെ നാക്കിൽ ഇതൊന്നും വരാം. മാഗധ നൃപൻ വൃത്തവ്യൂഹമായി ഘോര ആരവാൽ അത്രമൊത്തം ആരവത്തോട് അതിഭയങ്കരമായ മുഴക്കത്തോടെ ആരവത്തോട് വീണ്ടും മാഗധകുല ജാതി വ്യൂഹം ഒരുമിച്ച് എല്ലാം കൂടെ വ്യൂഹമായിട്ട് സൈന്യസമേതം വീണ്ടും അടുത്ത യുദ്ധത്തിന് 3 മാസം വരെ കണ്ട് വരുന്നെന്നാണ്. മധുരാപുരി വന്ന് വളഞ്ഞു വാരുധി വലിച്ച സമുദ്രം പോലെ വളഞ്ഞ് മധുരാപുരി നടുക്കം ചുറ്റും സമുദ്രം എങ്ങനെ നിന്നാൽ അതുപോലെ ജനങ്ങൾ സൈന്യങ്ങൾ വീണ്ടും അതുപോലെ ഇപ്പം നടന്നത് എങ്ങനെ അതുപോലെ തന്നെ 3 മാസം കഴിഞ്ഞ് വീണ്ടും വന്നു എന്നാണ്. അപ്പോൾ മധുരാപുരി വന്നു വളഞ്ഞു വാരുധിവൽ സമുദ്രം പോലെ അധുനാ പട പരന്നിടനാൻ പുലർകാലി. നേരം വെളുത്തപ്പോൾ ഇതാണ് സംഭവം. കേൾക്കടോ നൃപ, പരിഷത്തെ ശുഗമഹാമുനി പറയുന്നത് കേൾക്കടോ നൃപ. സേന പെരുത്തു വട്ടമിട്ടു മുഷ്കരന്മാരാം രിപു സൈന്യങ്ങൾ തേരിലേറി
കുതിരമേലും ആനമേലും ആയി നിൽക്കും മധ്യേ പീതവസ്ത്രവും ധരിച്ചങ്ങനെ യദുപതി. മുഷ്കരന്മാരാം രിപു സൈന്യങ്ങൾ, ഈ അഹങ്കാരം പിടിച്ച പിന്നെന്തോ ദുഷ്ടന്മാർ രിപു ശത്രുക്കൾ തേരിലേറി കുതിരമേലും ആനമേലുമായി നിൽക്കുന്ന സമയത്ത് മധ്യേ ആ മധ്യത്തിൽ ആര് നിൽക്കുന്നു? പീതവസ്ത്രം ധരിച്ചങ്ങനെ യദുപതി ഭഗവാൻ കൃഷ്ണൻ പടമധ്യത്തിൽ പ്രവേശിച്ചതുനേരം നൃപപട വ്യൂഹത്തെ കണ്ടു ഹനിച്ചാർ ചിലരെല്ലാം. ഓട്ടമായതു ചിലർ അടികൂട്ടിനാർ, ചിലർ മുട്ടിനാർ, ചിലർ കാലും കരങ്ങൾ പോയി, ചിലർ കൈകാലും തുടത്തോളം മുറിഞ്ഞു, ചിലർക്കെല്ലാം ഉൾക്കാമ്പിൽ ക്രോധത്തിനാൽ നേത്രങ്ങൾ ചമപ്പിച്ചു. വാഹനാദികളിൽ അങ്ങേറിനാർ ചിലരെല്ലാം. വേഗത്തിൽ നിദ്രാനാശം ചെയ്തത് മൂലമായി ഉറക്കമില്ലാതെ, നിദ്ര നശിച്ചാൽ ഇതെല്ലാം ആയപ്പോൾ ഉറക്കമില്ലാതെ, നിദ്ര ഉറക്കം, നാശം ഉറക്കമില്ലാതെ ചെയ്ത അതുമൂലമായി ചിത്തവൈരവും ഉണ്ടായേറ്റവും എന്നത്. അപ്പോൾ അവർക്ക് എന്ത് വന്നു? ഉറക്കം ഇല്ലാതെ ചിത്തവൈരം ഉണ്ടായി, മനസ്സിന് വൈരം ഉണ്ടായി, മനസ്സിന് ഇളക്കം ഉണ്ടാകുമല്ലോ. ഉറങ്ങാതെ കടന്ന് യുദ്ധം ചെയ്ത് എങ്ങനെ വരുമ്പം മനസ്സിന് ഭ്രമം ഉണ്ടാകുമ്പോൾ അതിന് വൈരം എന്ന് പറയും, മനസ്സിളകുക. അങ്ങനെ എന്തൊക്കെ വന്നു? ചിത്തവൈരവും ഉണ്ടായേറ്റം എന്നതേ വേണ്ടൂ. ഇത്രയും പരാക്രമന്മാരായ രിപുക്കളെ സത്വരം അടിച്ചടിച്ചേറ്റവും പൊടിയാക്കി. അങ്ങനെ അവരെന്ത് ചെയ്തു? ഈ രിപുക്കൾ വീണ്ടും വന്നു 3 മാസം കഴിഞ്ഞ്. എന്ത് പറയുന്നു? ചുരുക്കി പറഞ്ഞാൽ എത്രയും പരാക്രമന്മാരായ ഈ രിപുക്കളെ, ഈ ശത്രുക്കളെ സത്വരം അടിച്ചടിച്ച് ഏറ്റവും പൊടിയാക്കി. നമുക്ക് ഇന്ന് ഇത്രയും മതി മക്കളെ, കാരണം 30 മിനിറ്റായി ഇത്. കാരണം ആദ്യം ഒരു 10 മിനിറ്റ് കണ്ടേ ഇത് നാമം ചെള്ളു. കാരണം ആ പടം, ഈ ഭഗവാന്റെ വിഗ്രഹം ഇത് വരത്തില്ല, തോനെ നീണ്ടുപോയാൽ. അതൊരു 15 മിനിറ്റൊക്കെ അങ്ങനെ ആയിരുന്നെങ്കിൽ കിട്ടിയില്ലെങ്കിൽ, ഇത് കിട്ടിയില്ലെങ്കിൽ യൂട്യൂബുകാർക്ക് വലിയ വിഷമമാണ്. എപ്പോഴും ഭാഗവതത്തിൻ്റെ വരികളല്ല കാണേണ്ടുന്നത്, ഈ ഭഗവാന്റെ ഇത് കാണണം. ഭാഗവതം എന്ന് കേൾക്കുമ്പോൾ അതാ എല്ലാവരും ചിന്തിക്കുന്നത്, കാണുന്നത്. അതുകൊണ്ട് നമുക്ക് നിർത്താം. എല്ലാവർക്കും നമസ്കാരം. ഇനി ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ടോളാം, എനിക്കാവുമ്പോഴെല്ലാം ഇടാം. എന്നാൽ രാമായണം നമുക്ക് മുടങ്ങാതെ ഇട്ടേ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത്. അത് അങ്ങനെ അതിൻ്റെ നിയമം അങ്ങനെ കിടക്കുന്നുണ്ട്. എല്ലാവർക്കും ഉള്ള മനസ്സിലായി. എനിക്കങ്ങനെ ഇല്ല, പക്ഷെ മക്കൾ അങ്ങനെ പറയുമ്പം തള്ളയ്ക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.